ഗൈസ്, അപ്പോൾ സച്ചുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നാളെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഞാനും അമ്മയും സച്ചു അച്ഛനൊക്കെ കൂടെയാണ് പോണത്. അപ്പോൾ എന്തെങ്കിലും കുറച്ചിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേറെ വേറെ ഗിഫ്റ്റാക്കി കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അവളെ കാണാതെ എങ്ങനെയെങ്കിലും അത് സെറ്റാക്കണം. കാരണം അവളും വരുന്നുണ്ട്, അവളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വഴിയെ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് കാണാം. ലെറ്റ്സ് സീ. അപ്പോൾ പട്ടാമ്പി പുതുതായിട്ട് വന്ന ഗരുഡ മോളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റുഡിയോയും ഉള്ളത്. അപ്പോൾ നമുക്ക് നെസ്റ്റോയിൽ പോകണമായിരുന്നു. പിറ്റേ ദിവസത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ സച്ചിന് കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങണം എന്നുണ്ടായിരുന്നു. അവൾക്ക് ചില ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം സ്റ്റുഡിയോയിലാണ് പോയത്. കാരണം ലേറ്റായിട്ട് ഡ്രസ്സ് കിട്ടാതിരിക്കേണ്ട. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ്. അപ്പം ഞങ്ങൾ അത് ട്രയൽ ചെയ്ത് അവളുടെ ഫാഷൻ ഷോ ഒക്കെ കണ്ടു. അതിനുശേഷം എൻ്റേതായി കുറച്ച് പട്ടി ഷോ കൂടി ഞാൻ ഇറക്കി. എന്നിട്ട് ആ ഡ്രസ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് അത് എടുത്തു. എന്നിട്ട് നേരെ നെസ്റ്റോയിൽ കയറി ഞാൻ അവൾക്ക് ഏത് ചോക്ലേറ്റ് വാങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ആ കിൻഡർ ജോയുടെ ബോൾസ് ഉണ്ടല്ലോ, ക്രിസ്പി ബോൾസ്, അതും വാങ്ങി. മാർസിൻ്റെ മിനിയേച്ചറും വാങ്ങി. അതിനുശേഷം ഞാനും സച്ചും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ മാക്സിലും പോയി. അവിടുന്ന് ഈ ഒരു കപ്പ് വാങ്ങി. അവൾക്കിത് ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ, മീൻസ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് രാവിലെ നേരത്തെ ഞങ്ങൾ ജിമ്മിൽ പോയി. അവളെയും കൊണ്ടുപോയി. അവൾക്ക് സ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ രാവിലെ തന്നെ വിളിച്ച് വിഷൊക്കെ ചെയ്ത് അവളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അവൾ അതിലിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് 5 kg എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ 5 kg എടുത്തു. അവളത് ഹാപ്പിയായി. ഭയങ്കര ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീൽ തോന്നിയിട്ടുണ്ടാവണമായിരിക്കും. വാ, കാര്യം കാണിച്ചു തരാം. വാ കണ്ണടക്കി. വാ 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 എനിക്ക് വാ. ഓപ്പൺ യുവർ ഐസ്. ഷീ വാസ് റിയലി വെരി ഹാപ്പി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ ആഘോഷിക്കാറില്ല. നാളാണ് വീട്ടിൽ ആഘോഷിക്കാറ്. അപ്പോൾ അവൾ വിചാരിച്ചത് ഇന്ന് വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ലതായിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിച്ചോ കുറച്ച് മതി. ഭയങ്കര ഒരു ക്യൂട്ട് ഫാമിലി ടൈം ആയിട്ട് തോന്നി എനിക്കത് കേട്ടോ. അങ്ങനെ ആ സ്നേഹപ്രകടനങ്ങൾക്കൊക്കെ ശേഷം അവൾ ആ മിഠായിയൊക്കെ കട്ട് ചെയ്ത് നമുക്കപ്പം കഴിക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ അമ്മ അതിൻ്റെ പരിപാടിയിലൊക്കെയാണ്. ഞാൻ സച്ചു പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കമ്പനി കൊടുക്കുമായിരുന്നു. പിന്നെ സച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ റിയാക്ഷൻ കാണുന്നുണ്ട് തന്നെ. പിന്നെ സ്ട്രോബെറി ഒക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിനീത്തി മേക്കപ്പിലാണ്. അങ്ങനെ അവളുടെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. അവളുടെ ആഗ്രഹപ്രകാരം ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അവൾക്ക് ഇങ്ങനെ കുറേ ആൾ വേണമെന്നില്ല, നമ്മൾ മാത്രമായിട്ട് നല്ല അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ഒരു ഫീലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.